ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിൽ വെക്കുക, കാറ്റ്. ഈ വീഡിയോ തീർച്ചയായും എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. അതായത് വലിയ കാര്യമൊന്നുമില്ല, വെറുതെ എൻ്റെ. അപ്പോൾ അങ്ങനെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നിപ്പോൾ 2025 ജനുവരി 2-ാം തീയതിയാണ്. കുറേ ദിവസമായി ഞാനൊരു വീഡിയോ എടുത്തിട്ട് അങ്ങനെ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു പ്ലാനൊന്നും ഇല്ലാതെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്നങ്ങനെ ഒരു കണ്ടന്റ് കിട്ടിയിരിക്കുകയാണ്. അതായത് നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്ത് റോട്ടിൻ്റെ കുറുകെ ഒരു മരം വീണിട്ട് നമ്മുടെ വഴിമാർഗം അങ്ങനെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇനി പോയിട്ട് ആ മരത്തിനെ അങ്ങ് മുറിച്ച് മാറ്റണം. വലിയ മരമല്ല, അത്യാവശ്യം ചെറിയ മരം, ചെറുതല്ല വലുതല്ല, അങ്ങനത്തെ ഒരു മരം. ഇനി അതിനെ മുറിച്ച് മാറ്റണം. ഇനി അതിന് പോകാനുള്ളൊരു തയ്യാറെടുപ്പ് നടത്തുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റായിരിക്കുകയാണ്. നമ്മൾ ആയുധങ്ങളൊക്കെ ഇറങ്ങണേ, ആയുധങ്ങളൊക്കെ സെറ്റാക്കി എടുത്തും കൊണ്ട് നമ്മൾ കയറിയിട്ടുണ്ടാവാക്കണ്ട. കയറ് മാക്സിമം നമ്മൾ അടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ പോകാൻ പോവുകയാണ്. അതിശീഘ്രം തന്നെ ഒരു പേയും ദാശൊന്നും ഇല്ലാതെ അവിടെ നിന്ന് പേയങ്ങ് മറിഞ്ഞങ്ങ് വീണിരിക്കുകയുണ്ടായി. നമ്മൾ വന്നപ്പോഴത്തേക്ക് അണ്ണൻ വെട്ടിയങ്ങ് മുറിച്ച് കളഞ്ഞായിരുന്നു. കൊണ്ടയങ്ങ് വെട്ടിക്കളഞ്ഞു. ഇനിയിപ്പോൾ ബാക്കിയുണ്ട്. അയ്യോ. അപ്പോൾ അങ്ങനെ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ഈ മരത്തിന് മുറിഞ്ഞ് കിടന്ന മരം അങ്ങ് വെട്ടി മാറ്റിയിരിക്കുകയാണ്. ഞങ്ങൾ വന്നപ്പം തന്നെ, ഞങ്ങളിങ്ങ് എത്തുന്നതിന് മുമ്പ് തന്നെ വേറെ എണ്ണം വന്ന് വെട്ടി മുറിച്ചായിരുന്നു. അതായത് കൊണ്ട വെട്ടി കളഞ്ഞിട്ട് കൊണ്ട മുറിച്ചിട്ട് ഈ ബാക്ക് തടി ഈ സൈഡ് ഈ വലിയ ഭാഗം ഏകദേശം അരഭാഗത്തോളം വെട്ടി മാറ്റിയിരുന്നു. പിന്നെ ഞങ്ങളും കൂടി വന്ന അതിനെ ബാക്കിയും കൂടി വെട്ടിമുറിച്ച് തടി വെട്ടിക്കളഞ്ഞ് വെട്ടിമുറിച്ച് അതിൻ്റെ മുറി വഴിയിൽ നിന്ന് വെട്ടിമുറിച്ച് മാറ്റിയിട്ടും കൊണ്ട് വന്ന വണ്ടി പോവുകയും ചെയ്ത്. വെട്ടാൻ വന്നവർ തിരിച്ചും പോയി. ഞാനങ്ങനെ ഇവിടുത്തെ വഴിയാധാരമായിട്ട് നിൽക്കുകയാണ് നടുവഴിയിൽ. ഇനിയിപ്പം ഇതുവരെ വന്ന സ്ഥിതിച്ച് അപ്പുറത്ത് കടകുന്നിൻ്റെ മണ്ടയിൽ കയറി ഒന്ന് കണ്ടും കൊണ്ട് വരാമെന്ന ഒരു പ്രതീക്ഷയും കണ്ടും കൊണ്ട് വരാൻ വേണ്ടി ഞാൻ അങ്ങോട്ടിങ്ങനെ മെല്ലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാറ്റെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കാറ്റാണ്. അങ്ങനെ സാഹസ്യപ്പെട്ടില്ല, കാറ്റാണ് ആ മരത്തിനെ മുളുത്തിയിട്ടത്. അങ്ങനെ ഇനിയിപ്പം ഞാൻ ചുമ്മാ ഇരിക്കുന്നത് കൊണ്ട്, ഇപ്പം ഞാൻ ഫ്രീ ആയതുകൊണ്ടും ഇവിടെ നിന്ന് അപ്പുറത്ത് പോകാൻ വലിയ ദൂരം ഇല്ലാത്തത് കൊണ്ടും റിസ്ക് ഇല്ലാത്തത് കൊണ്ടും പുയ്യെന്ന് അടിച്ചാറായി കണ്ടും കൊണ്ട് വരാൻ വേണ്ടി ഞാനിങ്ങനെ പോവുകയാണ്. ഇനിയിപ്പം നല്ല വെയിൽ, അങ്ങ് എത്തിയിട്ട് കാണാം. നല്ല വെയിൽ. ഞാനങ്ങനെ വന്ന് കടുവമൂട്ടിൽ അങ്ങനെ വന്ന് എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഒറ്റ മനുഷ്യൻ പിന്നെ ഇങ്ങനെ വന്ന് നിന്ന് ഞാനങ്ങനെ ഇരുമനപ്പെട്ട് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് തിരിച്ചു പോകണോ മണ്ടയ്ക്ക് പോകണമെന്ന്. അങ്ങനെ നിന്ന് നല്ല കാറ്റാണ് കേട്ടോ ഇവിടുന്ന്. നല്ല അത്യാവശ്യം കാറ്റ്. എന്തായാലും കഷ്ടപ്പെട്ട് ഇതുവരെ വന്ന് അതുകൊണ്ട് എന്തൊക്കെയായാലും ഇനി മണ്ടയ്ക്ക് നോക്കിയിട്ട് പോകാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ മണ്ടയിലോട്ട് വലിഞ്ഞ് കയറി പോവുകയാണ്. ഞാൻ മണ്ടയിലെത്തി. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് കാണണം. അതിനാണ് ഈ പോകുന്നത്. മനോഹാരിതമായിട്ടുണ്ട്. നല്ല കാറ്റ്. താഴേന്ന് വെയിലടിച്ച് ചൂടെടുത്ത് വന്നിട്ട് ഇവിടെ നിന്ന് കാറ്റടിക്കുമ്പം കിട്ടുന്ന ഒരു തണുപ്പുണ്ടല്ലോ, മനോഹരമാണ്.
മരത്തിൻ്റെ കൊമ്പോട്ടിട്ടിങ്ങനെ അങ്ങോട്ട് പോകാൻ വഴികളില്ല. അയ്യോ, ഒരു ദയയും ദാക്ഷിണ്യവും ഇല്ലാത്ത അവസ്ഥയോടമാണ് ഇരിക്കുന്നത്. കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്. ഓ, അതൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കൊമ്പൊന്നും ഒടിഞ്ഞു വീഴാൻ കണക്കി ഇവിടെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭാഗ്യം. അതുകൊണ്ട് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ നിൽക്കാം. ഈ കൊമ്പുകളൊന്നും ഒടിഞ്ഞു വീഴുകയുമില്ല. പക്ഷെ കാറ്റ് ഭയങ്കര കാറ്റാണ്. അഗസ്ത്യ അവിടെ ഒരുമാതിരി കാർമേഘങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് കണ്ട അവിടം തൊട്ട് അങ്ങ് വരെ കറങ്ങി 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 കാണാം. അവിടെയാണ് ടവർ. താഴെക്കൂടി വഴി. വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിൽ വെക്കുക, കാറ്റ്. ഈ വീഡിയോ തീർച്ചയായും എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. അതായത് വലിയ കാര്യമൊന്നുമില്ല, വെറുതെ എൻ്റെ ഒരു രസം, ഒരു ടൈം പാസ് പോലെ ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ചെയ്തിരിക്കുന്നൊരു വീഡിയോ ആണ്. അല്ലാതെ ഒരു കാര്യത്തിനെ ഉദ്ദേശിച്ച് പ്രത്യേകിച്ചൊരു കണ്ടൻ്റായിട്ട് ചെയ്തതല്ല. അപ്പോൾ ആ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചിട്ട് മാത്രം കാണുക. അതായത് ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പ്രതീക്ഷ വെക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നതിനെ കളിയാക്കിക്കൊണ്ട് രണ്ട് ഷൊട്ടകളതാ കയറി വരികയാണ് സുഹൃത്തുക്കളെ. പോകണ്ട, കളി ആക്കണടാ തൈര് മാത്രം. അങ്ങനെ രണ്ടെണ്ണം വന്ന് തന്നെ ഊക്കി വിട്ടിട്ട് അങ്ങ് പോയിരിക്കുകയാണ്. ഞാൻ എന്തിനാണ് പറയാൻ വന്നതെന്ന് വെച്ചാൽ പറഞ്ഞ കാര്യം അങ്ങ് മറന്നുപോയി. പറഞ്ഞത് മറ്റേത് ഞാനങ്ങനെ അത് സക്സസ്ഫുള്ളായിട്ട് പോയി മരവും വെട്ടിമുറിച്ചങ്ങ് കുന്നിൻ്റെ മണ്ടയിലൊക്കെ പോയി അടിച്ച് കറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് എന്ന് പറയാനാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ല കാറ്റ്. പോയ സമയം ഇവിടെ ഇരുന്നപ്പം കാറ്റുണ്ടായിരുന്നു, ഞാൻ പോയ സമയത്ത് കാറ്റില്ലായിരുന്നു. പിന്നെ ആ കുന്നിൻ്റെ മണ്ടയ്ക്ക് പോയി നിന്നപ്പോൾ നല്ല കാറ്റ് കൂടിക്കൂടി വന്നപ്പോൾ ഞാൻ അത് കളഞ്ഞിട്ട് ഇറങ്ങി പോന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. ഇവിടെ അത്യാവശ്യം കാറ്റ് കുറവാണ്. മലയിലോട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ മലയിലോട്ടൊക്കെ ഭയങ്കര കാറ്റാണ് സുഹൃത്തുക്കളെ, ഭയങ്കര കാറ്റാണ്. ഇവിടെ ചില സമയത്ത് കാറ്റ് കുറവാണ്, ചില സമയത്ത് കൂടുതലാണ്. ഇപ്പം നിലവിൽ കാറ്റ് കുറവാണ്. ഏത് സമയത്ത് കാറ്റ് കൂടും, ഏത് സമയത്ത് കാറ്റ് കുറയുമെന്ന് ഒരു ഐഡിയയും ഇല്ലാതെ ഇരിക്കുകയാണ്. എപ്പോൾ വേണോ കൂടാം, എപ്പോൾ വേണോ കുറയാം, അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. പിന്നെ നിലവിൽ ഞാൻ സീരിയസ് ആയിട്ടുള്ള വീഡിയോകളൊന്നും ചെയ്യുന്നില്ല. ചുമ്മാ ഞങ്ങളുടെ വീട്ടിൽ ചുമ്മാ ഇരുന്നത് കൊണ്ട് വെറുതെ ഒരു രസം എന്നുള്ള നിലക്കിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്ര തന്നെ. സീരിയസ് ആയിട്ടൊരു വീഡിയോ ചെയ്യണം. സീരിയസ് ആയിട്ട് അടുത്ത കാലത്ത് എപ്പോഴും കുക്ക് ചെയ്യാൻ പോകണം എന്നൊരു പ്ലാൻ എനിക്കുണ്ട്. അതിന് സമയം കിട്ടട്ടെ. ഇപ്പം ഞാൻ ഫ്രീ ആയിട്ടുകൊണ്ടിരുന്നതുകൊണ്ട് പിന്നെ കുറേ കാലമായിട്ടൊരു വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരാഴ്ച ആയെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ പുതിയ വർഷമൊക്കെ ആയതുകൊണ്ട് ഇന്ന് 2-ാം തീയതിയാണ് ജനുവരി. ഇന്നലെ ഒരെണ്ണം ഇടേണ്ടതായിരുന്നു. അപ്പോൾ പിന്നെ ഇന്നെങ്കിലും ഇടാം. കുറേ കാലമായി ഇട്ടത് കൊണ്ട് ഇന്നെങ്കിലും ഒരു വീഡിയോ ഇടാം എന്ന് പറഞ്ഞ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയൊരു വീഡിയോ ആണിത്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രത്യേകിച്ചൊരു ഉദ്ദേശമൊന്നും ഇല്ലാത്ത വീഡിയോ ആണെന്ന്. ചുമ്മാ വെറുതെ ഫ്രീ ആയിട്ട്
ഒരെണ്ണം ചെയ്തു എന്നുള്ളത് മാത്രമാണ്. ആ കാറ്റ് പിന്നെയും വരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. അപ്പോൾ ശരി, ഞാൻ എന്തെങ്കിലും നല്ല സെറ്റായിട്ട് വീഡിയോ സീരിയസ് ആയിട്ട് ചെയ്യുമ്പോൾ ചെയ്യാം. അങ്ങനല്ല, സീരിയസ് ആയിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പം കാണാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് നിർത്തിയിരിക്കുകയാണ്. ഇതാണ് ഇൻട്രോയും ഔട്ട്രോയും. ഈ വീഡിയോയുടെ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് വയ്ക്കും, അതുപോലെ ഇത് സെക്കൻഡ് അല്ല അവസാനവും വയ്ക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്താ കാറ്റല്ലേ, ഇപ്പം ചെറിയ കാറ്റാണ്.